First question. For each of the lengths below, calculate the area of the equilateral triangle with that as the length of the sides. എന്താണ് അതായത് ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നിട്ടുണ്ട് അല്ലേ, നമ്മളോട് അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താണ് ഏരിയ ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ? √3/4 a² അല്ലേ. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ സൈഡ് എത്രയാണ്? 10 cm എന്നുണ്ട് അല്ലേ. എ എന്ന് പറയുന്നത് സൈഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഏരിയ ഈക്വൽ ടു √3/4 ഇൻറ്റു a² ആണ് അല്ലേ. എ എന്ന് പറയുന്നത് 10 ആണ്, അപ്പോൾ 10² ഈക്വൽ ടു എത്ര കിട്ടും? √3/4 ഇൻറ്റു 100 അല്ലേ. 10² 100 ആണ്. ഇനി ഇതിവിടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകില്ല, ഇവിടെ 25 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 25 √3 എന്നായി അല്ലേ. 25 ഇൻറ്റു √3. ഇനി √3യുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 25 ഇൻറ്റു എത്ര വരും? 1.732 ആണ് എന്ത് √3യുടെ വാല്യൂ. ഇനി 25 ഇൻറ്റു 1.732 മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 43.300 എന്ന് കിട്ടും അല്ലേ. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാന്നറിയില്ലേ? 1.732 ഇൻറ്റു 25 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെ വരിക? ഇവിടെ 2 5s are 10, 1 3 5s are 15, 6 1 7 5s are 35, 36 3 1 5s are 5 plus 3 8 അല്ലേ. 2 2s are 4 then 6 14 3 അല്ലേ. 0 6 4 10 13 13 4 അല്ലേ. ഇനി എത്ര പോയിന്റ് നിൽക്കണം? എത്ര സ്ഥലം നിൽക്കണം? 3 അല്ലേ. 1 2 3 അല്ലേ. 3 പ്ലേസ് നിൽക്കിയിട്ട് പോയിന്റ് കണ്ടോ. ഇതേപോലെയാണ് കേട്ടോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 43.300 എന്ന് കിട്ടി. അപ്പോൾ ഈ പോയിന്റിന് ശേഷമുള്ള 3 നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 43.3 cm² എന്ന ആൻസർ കിട്ടി. നെക്സ്റ്റ് സൈഡ് എത്രയാണ്? 5 cm ആണ് അല്ലേ. അപ്പോൾ ഏരിയ കാണാനായിട്ട് എന്ത് ചെയ്യണം? ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? √3/4 a² ഈക്വൽ ടു √3/4 a² എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. അപ്പോൾ a² 5². √3/4 ഇൻറ്റു 5² എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ് അല്ലേ. 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 25 ഇൻറ്റു √3/4 എന്നായി. ഇനി 25 ഇൻറ്റു √3ൻ്റെ വാല്യൂ എത്രയാണ്? 1.732/4 എന്നായി അല്ലേ. ഈ 25 ഇൻറ്റു 1.732 എത്രയാണ് വരുന്നത്? 43.3 ആണ് അല്ലേ. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. /4 എന്ന് പറഞ്ഞു. ഇനി 43.3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ചെയ്യുക? 43.4/4 അല്ലേ. എങ്ങനെയാണ്? 10 4s are 40, then 0.3, then നെക്സ്റ്റ് എന്താണ്? 43.3 ആണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? 3 ആയിട്ട് കിട്ടും. ഇനി 4ൻ്റെ ടേബിൾ 32 എന്ന് പറയുമ്പോൾ എത്ര വരിക? 8 4s are 32 അല്ലേ. 3യിൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടി അല്ലേ. ഇനി വീണ്ടും 0 വന്നു. 2 4s are 8, then 10ൽ നിന്ന് 2 പോകുമ്പോൾ 2 വന്നു, then 0, then 5 4s are 20, then ഇവിടെ നമുക്ക് എത്ര കിട്ടും? 0 കിട്ടി അല്ലേ. അപ്പോൾ എത്ര വരുന്നത്? 10.825 cm² എന്നുണ്ട് അല്ലേ. ഇതിനെ നമ്മൾ 2 ഡെസിമലിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ എന്തൊരു 5 അല്ലെങ്കിൽ 5 എബോവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ ഇങ്ങോട്ടേക്ക്. അപ്പോൾ എത്ര വരിക? 10.83 cm². 2 ഡെസിമലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ. ഓക്കെ. ഇനി √3 അല്ലേ. നെക്സ്റ്റ് എന്താണ് സൈഡ് വരുന്നത്? √3 cm എന്നാണ് സൈഡ് വരുന്നത്. എങ്ങനെയാണ് ഏരിയ കാണുമ്പോൾ അല്ലേ? എന്താണ് ഫോർമുല? √3/4 a² ഈക്വൽ ടു √3/4 ഇൻറ്റു എന്താണ്? √3² അല്ലേ. ഇനി √3/4 ഇൻറ്റു √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? √3 ഇൻറ്റു 3 അല്ലേ. √3 ഇൻറ്റു 3 എത്രയാ? 3 തന്നെ ഈക്വൽ ടു ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? 3 ഇൻറ്റു √3 എത്രയാണെന്ന് കാണാം അല്ലേ. അപ്പോൾ 3 ഇൻറ്റു √3യുടെ വാല്യൂ എത്രയാണ്? 1.732/4 എന്ന് കിട്ടും. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? 3 ഇൻറ്റു 1.732 എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ.
എത്രയാണ് വരുന്നത്? 5.196/4 എന്ന് വരും. ഓക്കെ, ഇനി ഇതുപോലെ 5.196നെ 4 കൊണ്ട് ഹരിക്കണം. എങ്ങനെയാണ് ഹരിക്കുക? 5.196/4 എന്ന് വരും. 1 4s are 4, 1 വന്നു, ദെൻ പോയിന്റ് ഇടണം അല്ലേ? ഇനി 1 ഇറക്കിയിട്ടു, 2 4s are 8, ദെൻ 3, 9 ഇറക്കിയിട്ടു, ദെൻ 9 4s are 36, ഇവിടെ നിന്ന് പോകുമ്പോൾ 3 വന്നു, 6 ഇറക്കിയിട്ടു, 9 4s are 36, റിമൈൻഡർ 0 വന്നു അല്ലേ? അപ്പോൾ എത്ര വരുന്നത്? 1.299 എന്ന് വന്നു അല്ലേ? ഇനി 2 ഡെസിമലിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ മൂന്നാമത്തെ ഡെസിമൽ 5 എബോവ് ആയതുകൊണ്ട് 1 ഇങ്ങോട്ടേക്ക് ആഡ് വരും അല്ലേ? അപ്പോൾ ഇങ്ങോട്ടേക്ക് 1 ആഡ് വരുമ്പോൾ എന്തോരും? ഇത് 13 ആയി. അപ്പോൾ 1.30 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, 1.30 സെൻറ്റിമീറ്റർ സ്ക്വയർ. Second question, calculate the area of the regular hexagon with the length of the sides 6 cm. അല്ലേ? എന്താണ്? റെഗുലർ ഹെക്സഗൺ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 സൈഡ് ഉണ്ടായിരിക്കും അല്ലേ? ഇനി അതിൻ്റെ ഒരു സൈഡ് 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റെഗുലർ ഹെക്സഗണിൻ്റെ എല്ലാ സൈഡും എത്ര തന്നെയായിരിക്കും? 6 cm ആയിരിക്കും. പിന്നെ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഇതിൻ്റെ ഈ വെർട്ടെക്സസുകൾ തമ്മിൽ നമ്മൾ യോജിപ്പിക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന ഈ ഓരോ ട്രയാങ്കിൾസും ഇത് എത്ര വീതമായിരിക്കും? ഇതെല്ലാതും ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആയിരിക്കും അല്ലേ? എന്താണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത? ഇവിടെ എല്ലാം 6 സെൻറ്റിമീറ്റർ വീതമായിരിക്കും. ഓക്കെ അല്ലേ? അതായത് റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ട്രയാങ്കിൾസ് എന്ത് ട്രയാങ്കിൾസ് ആയിരിക്കും? എല്ലാം ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പോൾ നമ്മളോട് ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഏരിയ കിട്ടുകയാണെങ്കിൽ ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 6 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ 6 എണ്ണത്തിൻ്റെ ഏരിയയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഹെക്സഗണിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ നമുക്കറിയാം. എന്താണ് ഫോർമുല? √3/4 സ്ക്വയർ അല്ലേ? അപ്പോൾ √3/4 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് അല്ലേ? അപ്പോൾ ഇൻറ്റു 6² എന്ന് പറയും അല്ലേ? ഈക്വൽ ടു √3/4 ഇൻറ്റു 6² എത്രയാണ്? 36 ആണ് അല്ലേ? 4 ഇവിടെ ഡിവൈഡ് ചെയ്ത് പോകും. എത്ര കിട്ടും? 9 അല്ലേ? അപ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്? 9√3 എന്നതാണ് എന്ത് വരുന്നത്? ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഏതിൻ്റെ ഉണ്ട്? ഹെക്സഗണിൻ്റെ അല്ലേ? ഹെക്സഗണിൽ 6 ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ. ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 6 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ 6 ഇൻറ്റു ഏരിയ ഓഫ് 1 ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അല്ലേ? അപ്പോൾ ഈക്വൽ ടു 6 ഇൻറ്റു ഒരെണ്ണത്തിൻ്റെ എത്രയായിരുന്നു? 9√3 ആണ് അല്ലേ? അപ്പോൾ 6 ഇൻറ്റു 9√3 എന്ന് വന്നു അല്ലേ? ഇനി ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 9 ഇൻറ്റു 6 എത്രയാണ്? 54√3 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? √3യുടെ വാല്യൂ നമുക്കറിയാം അല്ലേ? √3യുടെ വാല്യൂ എത്രയാണ്? 1.732 അല്ലേ? ഇനി 54 ഇൻറ്റു 1.732 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 93,528 എന്ന് കിട്ടി. ഓക്കെ, എത്ര പോയിന്റ് നിൽക്കണം? 1 2 3 അല്ലേ? 3. അപ്പോൾ എത്ര കിട്ടുക? 93.528 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്? ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ. ഇനി ഇതിനെ 2 പോയിന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. 2 ഡെസിമൽ പോയിന്റ് മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 93 പോയിന്റ് ഇവിടെ മൂന്നാമത്തെ ഡെസിമൽ 5ന് എബോവ് ആണ് അല്ലേ? അപ്പോൾ 1 ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തിടണം. അപ്പോൾ എത്ര വരും? 53 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ എന്ത്? ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ. Third question, calculate the perimeter and area of the equilateral triangle with height 12 cm
എന്താ പറഞ്ഞിരിക്കുന്നത്? ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ആണ് അല്ലേ നമുക്കിവിടെ തന്നിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഏരിയയും പെരിമീറ്ററും ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ മുൻപ് ചെയ്തതിലൊക്കെ നമുക്ക് ഓൾറെഡി സൈഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ സൈഡ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കാനുള്ള അല്ലേ, ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എന്ത്? √3/2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ എന്താണ് ഹൈറ്റ് ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എങ്ങനെയാണ്? √3/2 അല്ലേ. ഇതാണ് നമ്മുടെ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയുക? ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് √3/2 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുമ്പോൾ എന്ത് വരും? 12. ഈ 2 എന്ന് പറയുന്നതിൻ്റെ ബൈ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് വരും? *2 എന്നായി മാറും അല്ലേ. ഇനി ഇവിടെ √3 എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? മുകളിലാണ് അല്ലേ. =ന്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇത് എന്ത് വരും? √3 മാറും അല്ലേ. ഇനി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 12 × 2 24/√3. ഇനി 24നെ നമ്മൾ എങ്ങനെയാണ് √3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക? അപ്പോൾ നമുക്ക് ഈ റൂട്ട് കളഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും അല്ലേ. റൂട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഡിനോമിനേറ്ററിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ √3 × √3 എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പർ 3 കിട്ടും അല്ലേ. അപ്പോൾ ഈ നമുക്ക് ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെ എവിടെയും ചെയ്യണം? ന്യൂമറേറ്ററിനെയും ചെയ്യണം അല്ലേ. ഒരു ഭാഗത്ത് മാത്രം ചെയ്യാൻ പറ്റില്ല. ഡിനോമിനേറ്ററിനെ നമ്മൾ ഏതുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെ ചെയ്യണം. ഇപ്പോൾ നമുക്ക് എന്താണ് വന്നത്? 24 × √3/39 അല്ലേ. √3 × 3 39. ഓക്കെ, ഇനി നോക്കിയേ, ഈ 24 നമുക്ക് 3യിൽ ഡിവൈഡ് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 24നെ 3 കൊണ്ടാകുമ്പോൾ 8 അല്ലേ. അപ്പോൾ 8√3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ 8√3 എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സൈഡ് അല്ലേ. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ്, ഒരു സൈഡ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മളോട് ഇതിൻ്റെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇവിടുത്തെ സൈഡ് എഴുതിയാണ് എന്താണ്? 8√3 എന്ന് എഴുതി. നമുക്ക് ആദ്യം പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. പെരിമീറ്റർ എങ്ങനെയാണ്? ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ 3 സൈഡും 8√3 ആണ് അല്ലേ. 3 സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്നറിയാം? 3 × a എന്ന് പറയാം അല്ലേ. 3 × 8√3 എന്ന് പറയാം അല്ലേ. 3 സൈഡും ഈക്വൽ ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ വരും 3 × 8√3 അല്ലേ. അപ്പോൾ 3 × 8√3 എത്ര വരിക? 24√3. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 24 × √3യുടെ വാല്യൂ എത്രയാണ്? 1.732 ഈക്വൽ ടു 24 × 1.732 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 41.568 അല്ലേ. 3 പ്ലേസ് നോക്കിയിട്ട് പോയിന്റ് കൊടുക്കാം. അപ്പോൾ എത്ര കിട്ടുന്നത്? 41.568 cm കിട്ടും. ഓക്കെ, ഇനി എന്താ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഏരിയ അല്ലേ. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? √3/4 അല്ലേ. അപ്പോൾ √3/4 എന്ന് പറയുന്നത് എത്രയാണ്? 8√3 അല്ലേ. 8√3² എന്നാണ് അല്ലേ. ഈക്വൽ ടു എങ്ങനെ വരും? √3/4 ഇൻറ്റു 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64 ഇൻറ്റു √3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 അല്ലേ. √3 × 3 3 എന്നാണ്. ഓക്കെ, ഇനി എന്താണ്? ഈ 64ൽ നമുക്ക് 4നെ ഡിവൈഡ് ചെയ്യാം അല്ലേ. 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? അല്ലേ. 16 × 4 ആണ് 64 വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്?
48√3 എന്നാണ് വരുന്നത് അല്ലേ. 48√3. ഇനി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? √3യുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. 48 × √3 എത്രയാണ്? 1.732 ഇട്ട് കൊടുക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു എത്ര കിട്ടുക? 83.136 cm² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന എന്ത് ഏരിയ എന്ന് പറയുന്നത്.